ഹായ് മക്കളെ, ക്ലാസ് 9 CBSE ഈ അക്കാദമിക് ഇയറിൽ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് മാത്സ് സ്റ്റാൻഡേർഡും സയൻസ് സ്റ്റാൻഡേർഡും ഉള്ള വിവരം ഓൾറെഡി ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ മാത്സ് സ്റ്റാൻഡേർഡിനെ പറ്റിയാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. മാത്സ് സ്റ്റാൻഡേർഡിൻ്റെ ടെക്സ്റ്റ് ബുക്ക് CBSE ബോർഡ് റിലീസ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 2 ചാപ്റ്റേഴ്സാണ് ഇപ്പോൾ അവർ റിലീസ് ചെയ്തത്. ഒന്ന് സെറ്റ്സ്, ഒന്ന് ലോഗരിതംസ് ആണ്. അപ്പോൾ ഈ സെറ്റ്സ് എന്ന ചാപ്റ്ററിൽ പ്ലസ് 1 എന്താണോ പഠിക്കാനുള്ളത്, ഇപ്പം നിങ്ങളുടെ സീനിയേഴ്സ് അതേപോലെ നിങ്ങളുടെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ പണ്ട് എന്താണോ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഇപ്പം എന്താണോ പഠിക്കുന്നത്, ആ എൻറ്റയർ ചാപ്റ്റർ മൊത്തത്തിൽ നിങ്ങൾക്ക് 9th CBSE മാത്സ് അഡ്വാൻസിൽ പഠിക്കാനുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ആൻഡ് സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് ലോഗരിതംസ് ആണ്. ലോഗരിതംസിൻ്റെ പ്രോപ്പർട്ടീസ്, ബേസ് 10 വരുന്നത്, അതേപോലെ ഇക്വേഷൻസ് സോൾവ് ചെയ്യുക, ലോഗരിതംസ് ഉപയോഗിച്ചിട്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു കാര്യം കൂടെ ഉണ്ട്, സെറ്റ്സിൻ്റെ അപ്ലിക്കേഷൻസ് കൂടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഇപ്പോൾ 2 ചാപ്റ്റേഴ്സ് മാത്രമേ റിലീസ് ആയിട്ടുള്ളൂ. ബാക്കിയുള്ള 4 ചാപ്റ്റേഴ്സ് അവർ പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്യും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഓപ്ഷണൽ പേപ്പർ ആണെങ്കിൽ പോലും മക്കളെല്ലാവരും കൃത്യമായിട്ട് അഡ്വാൻസ് പേപ്പർ അറ്റൻഡ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഭൂരിഭാഗം പേരും പ്ലസ് 1 പ്ലസ് 2 സയൻസ് എടുത്തിട്ട് മുന്നോട്ട് പോകുന്നവരായിരിക്കും. സയൻസിൽ മാത്സ് കോമ്പിനേഷൻ ആയിട്ട് എടുത്തിട്ട് മുന്നോട്ട് പോകുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അഡ്വാൻസ്ഡ് ലെവൽ പേപ്പർ കൂടെ അറ്റൻഡ് ചെയ്യുക. കാരണം അത് പ്ലസ് 1 പ്ലസ് 2 നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാൻ നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. ഇനി നിങ്ങൾ ഈ ഒരു അഡ്വാൻസ് ലെവൽ പേപ്പർ ചൂസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് ഉണ്ടാവുക എന്ന് വെച്ചാൽ, നിങ്ങൾ പ്ലസ് 1 പ്ലസ് 2 എത്തുന്ന സമയത്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നവർ അവർ 9th 10th ഒക്കെ ഈ അഡ്വാൻസ് ലെവൽ പേപ്പറിന് വേണ്ടി പഠിച്ച് കൃത്യമായിട്ട് എക്സാംസ് ഒക്കെ എഴുതി ക്രാക്ക് ചെയ്തവരൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് നിങ്ങളെക്കാളും നല്ല ബേസിക്സ് ഉണ്ടാവും ഈ ഒരു പ്ലസ് 1 പ്ലസ് 2 സയൻസ് മാത്സ് വിഷയങ്ങളിൽ. അപ്പോൾ ആ ഒരു ബേസിക്സിൻ്റെ ഡിഫറൻസ് നിങ്ങൾ രണ്ടുപേരുടെയും അക്കാദമിക് റിസൾട്ട്സിൽ വരികയും അതോടൊപ്പം നിങ്ങൾ പ്ലസ് 2 കഴിഞ്ഞിട്ട് എൻട്രൻസ് എക്സാമിനേഷന് എഴുതാൻ പോകുന്ന സമയത്തടക്കം ഈ റാങ്ക് ലിസ്റ്റിൽ ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ കാര്യമായിട്ട് കാണാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ എല്ലാ മക്കളും കൃത്യമായിട്ട് അഡ്വാൻസിൻ്റെ പേപ്പേഴ്സ് സെലക്ട് ചെയ്ത് അത് കൃത്യമായിട്ട് പഠിച്ച് കൃത്യമായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ എല്ലാ മക്കളും കൃത്യമായിട്ട് അഡ്വാൻസ്ഡ് ഓപ്ഷനിലാണെങ്കിൽ പോലും മാത്സ് അഡ്വാൻസിനും സയൻസ് അഡ്വാൻസിനും സെലക്ട് ചെയ്യുക, അതിൻ്റെ എക്സാംസ് എഴുതുക. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതിനാണ് ഞങ്ങൾ ഇവിടെ ഉള്ളത്. ഞങ്ങൾ നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓൾറെഡി നിഞ്ച ബാച്ചിൽ 9th CBSE ഓൺലൈൻ ട്യൂഷൻ ബാച്ചായിട്ടുള്ള നിഞ്ച ബാച്ചിൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ട്. നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്ത എല്ലാ വിദ്യാർത്ഥികൾക്കും മാത്സ് അഡ്വാൻസിൻ്റെയും സയൻസ് അഡ്വാൻസിൻ്റെയും ക്ലാസ്സസ് ആയാലും കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യും. ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ് കണ്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചോളൂ. നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിനുള്ള 50% മാർക്കിന് എബോവ് 50% ആണ് പാസ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ 50% അല്ല, എബോവ് 80%ലേക്ക് ഞങ്ങൾ എന്തായാലും നിങ്ങൾ എത്തിക്കുന്നതായിരിക്കും. സോ ഒന്നുകൊണ്ടും മക്കൾ പേടിക്കേണ്ട. ഏറ്റവും മികച്ച രീതിയിൽ തന്നെ നിങ്ങൾക്കുള്ള സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ സൈലം പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് നിഞ്ച ബാച്ചിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ജസ്റ്റ് നിഞ്ച ബാച്ചിലുള്ള സ്കൂൾ ഗോയിങ്ങിനുള്ള ക്ലാസ്സുകൾ കാണുക. അതേപോലെ അതിനോടൊപ്പം തന്നെ അഡ്വാൻസിൻ്റെ ക്ലാസ്സുകളും കൃത്യമായിട്ട് കാണുക. സ്കൂൾ ലെവലിൽ എക്സാം ടീച്ചേഴ്സ് ചോദിക്കുന്ന സമയത്ത് അതിന് കൃത്യമായിട്ട് ജോയിൻ ചെയ്യുക. അഡ്വാൻസ് ലെവൽ എക്സാം എഴുതുന്നുണ്ട്. മാത്സ് അഡ്വാൻസിനും സയൻസ് അഡ്വാൻസിനും എഴുതുന്നുണ്ട്. അതൊരു ഓപ്ഷണൽ ആയതുകൊണ്ട് അത് വേണ്ട എന്ന് വിചാരിക്കുകയല്ല വേണ്ടത്. അത് കൃത്യമായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക, നല്ല രീതിക്ക് പഠിക്കുക. ഏറ്റവും മികച്ച റിസൾട്ടോടെ നമുക്ക് അഡ്വാൻസ് എക്സാം പാസ്സാവാം. ഓൾ ദ ബെസ്റ്റ്.